ഫ്രണ്ട്സ്, S3A വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗതുല്യമായ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ കൊച്ചുഭൂമിയിൽ. കേൾക്കുമ്പോൾ തന്നെ പോകാൻ കൊതിയാകുന്ന സ്ഥലങ്ങൾ. എന്നാൽ ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ കേൾക്കുമ്പോൾ പേടിയാകുന്ന അത്യധികം അപകടം നിറഞ്ഞ സ്ഥലങ്ങളും നമ്മുടെ ഈ കൊച്ചുഭൂമിയിലുണ്ട്. ഒരിക്കലും അത്തരം സ്ഥലങ്ങളിൽ പോകാൻ പാടില്ലാത്ത അപായത നിറഞ്ഞ ഏറ്റവും മാരകമായ അവസ്ഥകളുള്ള ഭൂമിയിലെ ഏതാനും ചില സ്ഥലങ്ങളെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. സോ ഗൈസ്, കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായാണ് സന്ദർശിച്ച് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ഡെത്ത് വാലിയെ കുറിച്ചാണ്. ഭൂമിയിലെ ഇതുവരെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനില ഉള്ള സ്ഥലമാണ് അമേരിക്കയിലെ ഒരു മരുഭൂമി താഴ്വര. ഡെത്ത് വാലി അല്ലെങ്കിൽ മരണത്തിന്റെ താഴ്വര എന്നാണ് ഈ താഴ്വരയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. 1913 ഇവിടത്തെ താപനില 56.7 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. നിങ്ങൾ എത്ര സഹനശക്തി ഉള്ളവരായിരുന്നാലും എത്ര ആരോഗ്യം ഉള്ളവരായിരുന്നാലും ഇവിടെ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ഉജ്ജ്വലമായ പ്രകാശത്തിൽ നിന്നും വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇല്ലാതെ രക്ഷപ്പെടാൻ ആവില്ല. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നിങ്ങൾ ഇവിടെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പരമാവധി 12 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ അതിജീവിക്കാനാവൂ. ചൂട് മാത്രമല്ല പ്രശ്നം, അത്യധികം അപകടകാരികളായ നിരവധി മൃഗങ്ങളുണ്ടിവിടെ. കഠിന വിഷമുള്ള തേളുകൾ, ബ്ലാക്ക് വിഡോ എന്ന് അറിയപ്പെടുന്ന വിഷമുള്ള ചിലന്തി, അങ്ങനെ വിഷമേറിയ പലതരം ജീവികൾ ഇവിടെയുണ്ട്. ഇവിടെ സന്ദർശിച്ച പലരും ശവമായാണ് തിരിച്ചെത്തിയത്. വേണ്ടത്ര സുരക്ഷാ സാധനങ്ങളില്ലാതെ ഇവിടെ സന്ദർശിച്ചാൽ മരണത്തിന്റെ താഴ്വര എന്ന പേര് അന്വർത്ഥമാകും. അടുത്തത് ധനഗൽ ഡെസേർട്ട്. എത്യോപ്യയിൽ ഉള്ള ഒരു പ്രസിദ്ധ മരുഭൂമിയാണ് ധനഗൽ ഡെസേർട്ട്. നരകത്തിലേക്കുള്ള വഴിയെന്നാണ് ഈ മരുഭൂമിയെ പറയുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ എന്നത് അത്യധികം കഠിനമാണ്. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലങ്ങളിൽ ഒന്നാണിത്. 34.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ശരാശരി താപനില. പ്രതിവർഷം വെറും 100 മില്ലിലീറ്റർ മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടുത്തെ താപനില നിങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുന്നില്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി കേൾക്കൂ. സമുദ്രനിരപ്പിൽ നിന്നും 410 അടി താഴ്ചയിലാണ് ഈ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായി ഒരുപാട് വിചിത്ര പ്രതിഭാസങ്ങൾ ഇവിടെയുണ്ട്. ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ, വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള ഉപ്പുകൂനകൾ, വിഷാംശം നിറഞ്ഞ കായലുകൾ, അങ്ങനെ പല പ്രതിഭാസങ്ങളും ഇവിടെയുണ്ട്. കാർബൺ ഡയോക്സൈഡ് കൂടുതൽ ഉള്ളിടത്തേക്ക് പോയാൽ ശരിയായ രീതിയിൽ ശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെടും. ശരിക്കും വേറൊരു ഗ്രഹത്തിൽ നിൽക്കുന്ന അതേ പ്രതിനിധിയായിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. സ്ഥലങ്ങൾ പരിചയമില്ലാതെ ഒരാൾ ഇവിടെ പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരുന്ന കാര്യം സംശയമാണ്. പക്ഷെ ഇത്രത്തോളം അപകടം നിറഞ്ഞ സ്ഥലമാണെങ്കിലും ഇവിടെ ഒരുപാട് മനുഷ്യർ താമസിക്കുന്നുണ്ട്. തീവ്രമായ പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് മാറിയാണ് അവർ താമസിക്കുന്നത്. എന്തായാലും ശരിയായ മാർഗനിർദ്ദേശം ഇല്ലാതെ ആരും ഇവിടെ പോകാൻ പാടില്ല. അടുത്തത് മൗണ്ട് സിനബങ്. സുമാത്ര എന്ന പേര് നൽകിയിരിക്കുന്ന ഒരു ഇന്തോനേഷ്യൻ ദ്വീപിലുള്ള
ഇപ്പോഴും ആക്റ്റീവായ ഒരു വോൾക്കാനോ ആണ് സിനമക് അഗ്നിപർവ്വതം. ഇവിടെ ഇടയ്ക്കിടെ ലാവ പൊട്ടി ഒഴുകാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അടുത്തുള്ള പട്ടണങ്ങളും നഗരങ്ങളും മുഴുവൻ അഗ്നിപർവ്വത ദ്രാവകം കൊണ്ട് നിറയും. അഗ്നിപർവ്വതം പൊട്ടുമെന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങൾ അവിടെ നിന്ന് മാറും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6 തവണ അഗ്നിപർവ്വത വിസ്ഫോടനം സംഭവിച്ചു. അവസാനമായി സംഭവിച്ചത് 2020-ലാണ്. അന്ന് 5000 മീറ്ററോളം ഉയരത്തിലാണ് അതിൽ നിന്ന് പുകയും ലാവയും ചെറിയ പാറ കഷ്ണങ്ങളും ഒക്കെ തെറിച്ച് പുറത്തു വന്നത്. ഇതുപോലെ ഇനിയും എപ്പോൾ വേണമെങ്കിലും അഗ്നിപർവ്വത വിസ്ഫോടനം സംഭവിക്കാം. ശരിക്കും ഇന്തോനേഷ്യയിൽ ആകെ മൊത്തം 147 അഗ്നിപർവ്വതങ്ങളാണുള്ളത്. ഇതിൽ 76 എണ്ണവും ഇപ്പോഴും ആക്റ്റീവാണ്. അടുത്ത് ചെർണോബിൽ സോൺ. ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും രൂക്ഷവുമായ ന്യൂക്ലിയർ അപകടം സംഭവിച്ച സ്ഥലമാണ് ചെർണോബിൽ. 1986 ഇവിടുത്തെ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ സംഭവിച്ച ഒരു ചെറിയ തകരാറ് കാരണം വലിയ ഒരു സ്ഫോടനം സംഭവിക്കുകയും ഏകദേശം 2500 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണതയിലേക്ക് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളെ വിതറുകയും ചെയ്തു. ഈ 2500 കിലോമീറ്റർ വിസ്തീർണതയിൽ ഉള്ള മേഖലകളെയാണ് ഇപ്പോൾ ചെർണോബിൽ സോൺ എന്ന് അറിയപ്പെടുന്നത്. ഈ മേഖലയിൽ പ്രവേശിച്ചാൽ അവിടെയുള്ള റേഡിയേഷൻ കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും കുറഞ്ഞത് 20,000 വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഈ സ്ഥലം ജീവിക്കാൻ പറ്റിയ സ്ഥലം ആവുകയുള്ളൂ. അടുത്തത് ന്യൂസ്ലേ. ആഫ്രിക്കയിലെ കാമറൂൺ എന്ന രാജ്യത്തുള്ള ഒരു മാരകമായ കായലാണ് ന്യൂസ്ലേ. പ്രത്യക്ഷത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇതിനെ പൊട്ടിത്തെറിക്കുന്ന കായലെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് പഴയൊരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഇപ്പോൾ ഇതൊരു അഗ്നിപർവ്വതം അല്ലെങ്കിലും ഇവിടുത്തെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെ കൂടുതലാണ്. 1986 ഈ കായൽ 3 ലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡാണ് പുറത്തുവിട്ടത്. അതുടനെ തന്നെ 25 കിലോമീറ്റർ ചുറ്റളവിലേക്ക് വ്യാപിച്ചു. കാർബൺ ഡയോക്സൈഡ് അധികമായാൽ അത് ശ്വസന പ്രക്രിയയ്ക്ക് ദോഷമാണ്. അങ്ങനെ 2000-ഓളം മനുഷ്യർ മരണപ്പെട്ടു. മനുഷ്യർ മാത്രമല്ല, നിരവധി മൃഗങ്ങളും മരണമടഞ്ഞു. ഏത് നിമിഷവും അപകടം സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നും അതിൽ മനുഷ്യർ ജീവിക്കുന്നുണ്ട്.